പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് രാവിലെ നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയുള്ളത്. മന്ത്രിയുടെ ഒരു നിയമസഭയിൽ നടത്തിയ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഒരു കപ്പലും പ്രതീകാത്മക കപ്പലും ഏന്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മുഖം മൂടി ധരിച്ചാണ് പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ പത്തനംതിട്ട നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറിട്ട പ്രതിഷേധങ്ങളുമായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ടയിൽ അവരുടെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സമാനമായ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇവർ പത്തനംതിട്ടയിൽ നടത്തിയത്. ഇന്ന് രാവിലെ BJPയുടെ പ്രതിഷേധം നടന്നു. അതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പ്രതീകാത്മക കപ്പലും എന്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. ഈ സമരത്തെ നേരിടുന്നതിന് വേണ്ടി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശക്തമായ പോലീസും പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിലും നഗരത്തിലും ഒക്കെ തന്നെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വേറിട്ട പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു. കൂടാതെ മണ്ഡലത്തിൽ ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ ജനറൽ ആശുപത്രിയിൽ അടക്കം സൗകര്യങ്ങളില്ല, കെട്ടിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു.